മെട്രോമാൻ ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാന സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതി തള്ളിക്കളഞ്ഞതായി റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ. സിൽവർ ലൈനുമായി മുന്നോട്ടു പോകേണ്ടെന്ന് കേരളം തീരുമാനിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി ഭാവി പദ്ധതികൾക്ക് ഉപയോഗിക്കും. കേരളത്തിൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അനുവദിച്ച തുകയുടെ വിവരങ്ങളും കേന്ദ്രമന്ത്രി പുറത്തുവിട്ടു. ആദർശാണ് ചേരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആദർശ്, എന്തായാലും നിർണായകമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിൽ വന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ പുതിയ പാതകൾക്കും പാത ഇരട്ടിപ്പിക്കലിനുമായിട്ട് 11,600 കോടിയുടെ ഫണ്ട് റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യവും റെയിൽവേ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്ക് മറുപടി നൽകിയതിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് റെയിൽവേ മന്ത്രാലയം കൃത്യമായ പരിഗണന നൽകുന്നു. മുൻ നിശ്ചയിച്ച വികസന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകും എന്നും റെയിൽവേ മന്ത്രി ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, കഞ്ചിക്കോട് ഈ കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ആ ഭൂമി അത് ഭാവിയിലെ പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി അത് സംസ്ഥാന സർക്കാരിൻ്റെ വിദഗ്ധ സമിതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന കാര്യവും അദ്ദേഹം രാജ്യസഭയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിനായുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ, അങ്ങനെ 9 പദ്ധതികൾക്ക് വേണ്ടിയുള്ള തുക അനുവദിച്ച കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ കഞ്ചിക്കോട് ഈ കോച്ച് ഫാക്ടറിക്കായിട്ടുള്ള ഭൂമിയിൽ അവിടെ ഭാവിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നു. മറ്റ് പദ്ധതി അവിടെ ഏത് പദ്ധതിയായിരിക്കും ഇനി നടപ്പിലാക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും തീരുമാനമുണ്ടാകുക. ആര്യ, ശരി. എന്തായാലും കേരളത്തിന്റെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അനുവദിച്ച തുകയുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ആദർശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.